ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവും ഉള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ഭാഗത്തിലെ ചാപ്റ്ററിൽ ഒരു ഭാഗമാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പൊ വൃതിയായ അമ്മയെ ശരണാലയത്തിലേക്ക് അയക്കുന്ന മകനെയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിൽ കാണാൻ കഴിയുന്നത്. ആധുനിക കാലം വൃദ്ധരെയും അവശരെയും അവഗണിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ പ്രസ്താവനയും തിരക്കഥയും പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുക? വാർദ്ധക്യവും സമൂഹത്തിന്റെ മനോഭാവവും എന്ന വിഷയത്തില് ലഘു പ്രഭാഷണം തയ്യാറാക്കുക എന്നാണ് അല്ലെ പറഞ്ഞിട്ടുള്ള. പ്രഭാഷണമാണ്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ സ്നേഹവും പരിചരണവും ഏറ്റവും അധികം വേണ്ട കാലഘട്ടമാണ് വാർദ്ധക്യം. എന്നാൽ പ്രായമായവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വൃദ്ധജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട്. ഇതിൽ നിന്നും വൃദ്ധരോടുള്ള നമ്മുടെ മനോഭാവം ഏറെക്കുറെ വ്യക്തമാണ്. തങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെലവഴിച്ചവരാണ് മിക്ക വൃദ്ധജനങ്ങളും. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ചെലവഴിച്ച് വീട്ടിൽ നിന്നും വൃദ്ധമന്ദിരത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരമ്മയുടെ ചിത്രമാണ് പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. തനിക്ക് ഓഹരിയായി കിട്ടിയ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി അമ്മയെ ശരണാലയത്തിലാക്കുകയാണ് മൂത്ത മകനാകട്ടെ. ഇളയ മകൻ നിസ്സംഗനുമായി നിൽക്കുന്ന അമ്മയെ പോലുള്ള പ്രായമായ ഒന്നിനും ഇടപെടാതെയാണ്. അവരെ സംരക്ഷിക്കേണ്ടതിന് ബാധ്യതയായി കരുതി പകരം ഒഴിവാക്കാനാണ് മക്കളും സമൂഹവും ശ്രമിക്കുന്നത്. എന്ത് കാരണത്തിന്റെ പേരിലായാലും പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. പ്രായമായവർക്ക് അത് യാതൊരു പരിഗണനയും നൽകാതെ അവരെ ഒരു ശല്യമായി കരുതുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വൃദ്ധരെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രായമായവരുടെ ജീവിത പരിചയവും അനുഭവജ്ഞാനവും ഒരു മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത്. വൃദ്ധരായവർക്ക് ഏറ്റവും അധികം പരിഗണന നൽകുന്നവരായി നമ്മുടെ സമൂഹം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു പ്രഭാഷണം തീർച്ചയായും പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് പ്രസംഗമായിട്ടോ പ്രഭാഷണമായിട്ടോ ഉപന്യാസമായിട്ടോ ഒക്കെ എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയുന്നില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. നീലകണ്ഠൻ എന്ന കുട്ടിയുടെ എന്ത് സ്വഭാവ സവിശേഷതയാണ് മുകളിൽ തന്നിരിക്കുന്ന വരികളിൽ തെളിയുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? തന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നവനാണ് ആര്? നീലകണ്ഠൻ അല്ലേ. ഒരു വലിയ പനി വന്ന് കാഴ്ച നഷ്ടപ്പെട്ട അവൻ കിഴക്കൻ നാട്ടിലെ അമ്മാവന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് തന്റെ കൂട്ടുകാരിയായ അനുതാരയെ കാണാൻ അവളുടെ വീട്ടിലെത്തുന്നു. നീലകണ്ഠന്റെ അവസ്ഥയറിഞ്ഞ് അനുതാര പൊട്ടിക്കരയുമ്പോൾ അവൻ അവളെ സ്വാന്തനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ സങ്കടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നീലകണ്ഠന്റെ സ്വഭാവ സവിശേഷതയാണല്ലേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നെന്നായി മത്തായി ചേട്ടൻ. കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 16 രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു. പാടി വീട്ടാത്ത കടങ്ങൾ അല്ലേ. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസരങ്ങളിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അത്തരം അനുഭവങ്ങളിൽ ഒന്ന് എഴുതുക എന്നാണല്ലേ പറഞ്ഞത്. നിങ്ങളുടേതായ ഒരു അനുഭവമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്കൊരു മാതൃക നോക്കാം. 3-4 മാസങ്ങൾക്ക് മുമ്പ് ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഞാൻ. ബസ്സിലാണ് യാത്ര. ടിക്കറ്റ് എടുക്കാൻ പോക്കറ്റിൽ നോക്കിയപ്പോഴാണ് പേഴ്സ് ആന്റിയുടെ വീട്ടിൽ മറന്നു വെച്ചുവെന്ന് മനസ്സിലായത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിയർത്തുപോയി. ഡോക്ടർ ബസ്സിന്റെ മുൻഭാഗത്ത് ടിക്കറ്റ് എടുത്ത് വരുന്നതേ ഉള്ളൂ. പേഴ്സ് ഇല്ല എന്ന കാര്യം കണ്ടക്ടറോട് പറയണോ അതോ വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ എന്നാലോചിച്ച് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്റെ അടുത്തിരുന്ന ചേട്ടൻ എന്തു പറ്റിയെന്ന് ചോദിച്ചു.
പേഴ്സ് മറന്ന കാര്യം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. സാരമില്ല, ടിക്കറ്റ് ഞാൻ എടുത്തോളാം എന്ന ചേട്ടന്റെ വാക്കുകൾ എനിക്ക് വളരെയധികം സമാധാനമാണ് തന്നത്. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോയാലേ വീട് നിർ വീടെത്തൂ എന്ന് മനസ്സിലാക്കിയ ചേട്ടൻ ഓട്ടോ കൂലി കൂടി തന്റെ കയ്യിലേക്ക് നിർബന്ധിച്ചു വെച്ചു തന്നു. ഒരിക്കലും വീട്ടാനാവാത്ത കടമായി എനിക്കിത് തോന്നി. എങ്ങനെ ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ വീട്ടിലെത്തിയ ശേഷം ആ ചേട്ടന് ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ചേട്ടന്റെ ഗൂഗിൾ പേ ഉള്ള ഫോൺ നമ്പർ വാങ്ങി വീട്ടിലെത്തി അച്ഛന്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത ശേഷം ഞാൻ അദ്ദേഹത്തെ നന്ദി പറയാൻ വിളിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ആ ചേട്ടൻ എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞു. ആ നല്ല മനസ്സുള്ള ചേട്ടനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്ദിയോടെ ഓർക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എന്റെ അസുഖം തരുന്ന നോവുകൾ പേറിയും കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരും കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് മുൻവശത്തേക്ക് ഓടി. അപ്പൊ താളുകൾക്കിടയിൽ മയിൽപ്പീലി എന്ന പാഠഭാഗത്തെ ഭാഗമാണ് അല്ലെ. അപ്പൊ കണ്ണീർ പടർത്തുന്ന വേദനകൾക്കിടയിലും മറ്റൊരാൾ പോലും വേദനിക്കരുതെന്ന ഉയർന്ന ചിന്ത പുലർത്താൻ അനതാരയ്ക്ക് കഴിയുന്നുണ്ടോ? കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഠിനമായ വേദനകൾ അനുഭവിക്കുമ്പോഴും പ്രായത്തിൽ കവിഞ്ഞ അസാധാരണമായ പക്വതയോടെ ഏവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അന്നധാര. രോഗങ്ങളോട് മല്ലിട്ട് തളരുമ്പോഴും കണ്ണീർ തുടച്ച് അറിവിന്റെ ലോകത്തേക്ക് തിരിയുന്ന അന്നധാര അതിജീവനത്തിന് തന്നെയാണ് ശ്രമിക്കുന്നത്. വേദനകളെ അത്രയധികം ആഴത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് മറ്റൊരാളിന്റെ വേദന സ്വന്തം വേദനയായി കരുതാൻ അവൾക്ക് കഴിയുന്നത്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണികണ്ഠന് കാഴ്ച നഷ്ടപ്പെട്ടതോർത്താണ് അവന്റെ അമ്മ കരയുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അസ്വസ്ഥതയോടെ ഓടിയെത്തുന്ന അന്നധാരയിൽ ഒരു ഉത്തമ മനുഷ്യസ്നേഹി തന്നെയാണ് കാണാനാവുന്നത്. മറ്റൊരാളിന്റെ വേദന അറിഞ്ഞ് ഓടിയെത്താനും അവരെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന അന്നധാര മറ്റുള്ളവരോടുള്ള സഹതാപത്തേക്കാൾ അവരുടെ വേദനകളിൽ പങ്കാളിയായി നിന്ന് അവരെ ആശ്വസിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കി നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.